ദേശീയപാത വർക്ക് അങ്ങനെ ഫുള്ള് കോമഡി ആയിട്ടാണ് മാറുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞ ഈ ഒരു ഹൈവേ ആണ് ഇപ്പം മൊത്തത്തിൽ പൊളിഞ്ഞു പോകുന്നത്. ഈ മഴ കൊണ്ട് ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എന്താ പറയണ്ട ബലം ഒന്ന് കാണിച്ചു തന്നതാണ്. കാരണം വെച്ചാൽ ഇത്രേ ബലമുള്ളൂ എന്നുള്ളത് നമ്മളെ പ്രകൃതി തന്നെ കാണിച്ചു തന്നെയാണ് ഈ മഴ കൊണ്ട്. കാരണം വേനൽക്കാലത്താക്കുന്ന പലത് മഴക്കാലത്താണ് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുക. എങ്ങനെ അത് എത്ര മാത്രം ഈട് നിൽക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ വെള്ളത്തിൻ്റെ പവർ എന്ന് വെച്ചാൽ അത്രയും പവറാണ്. വെള്ളം കെട്ടി നിന്നാൽ തന്നെ വിള്ളലുകളൊക്കെ വന്നിട്ട് പൊളിയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു എന്താ പറയണ്ട നാഷണൽ ഹൈവേ, അതായത് തിരുവനന്തപുരം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഹൈവേ, ഇതൊക്കെ പാലത്തിന്മേലോ മറ്റോ ഈ വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. എത്ര സ്പീഡിൽ പോകുന്ന വണ്ടികൾ, എത്ര വെയിറ്റ് ഉള്ള വണ്ടികളൊക്കെയാണ് പോകുന്നത്. പൊളിഞ്ഞ് കാണിച്ചു തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി ഇമാതിരി പണിയെടുക്കില്ല. ആ കൺസ്ട്രക്ഷൻ കമ്പനികൾ വരെ മൊത്തത്തിൽ പൂട്ടിക്കണം. കാരണം ഇവന്മാരെന്നീ പണിയെടുത്ത് വെച്ചിനി ഇത്രയും കാലം എന്താ പറയണ്ടേ പകുതി മുക്കാൽ സ്ഥലങ്ങളിലും പിന്നെ എന്താ പറയണ്ടേ വളരെ ലാഗ് അടുപ്പിച്ചിട്ടാണ് ഇവരെ പണി. എന്ന് വെച്ചാൽ ചതുപ്പ് നിലങ്ങളെ ഒന്ന് നിരത്തിയെടുക്കണ്ടേ. അത് നിരത്തിയെടുക്കാൻ തന്നെ എത്ര മാസങ്ങളാണ് പിടിച്ചത്. ഇത് 2026 ഏടെ പണി കഴിക്കാനാണ്. ഇനി ഈ പൊളിഞ്ഞ ഭാഗമെല്ലാം ഒന്നും കൂടി കെട്ടണ്ടെങ്കിൽ തന്നെ എത്ര ദിവസങ്ങളെടുക്കും. ഈ നല്ല മഴയത്ത് എവിടെ നിന്നെങ്കിലും ആൾക്കാർ പണിയെടുക്കുക ഒന്നുമില്ല. ഇത് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പണി എന്ന് പറഞ്ഞാൽ ഇപ്പാണ് ഇവിടെ തുടങ്ങാനുള്ള ഒരു ഓർഡർ കിട്ടിയത് തന്നെ. എത്ര കാലം മുന്നേ മറ്റുള്ള പിന്നെ എന്താ പറയുക കേരളത്തിന് പുറത്തൊക്കെ എത്ര നല്ല റോഡുകൾ ഇതേപോലെ എന്താ പറയണ്ടേ നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ട്. ഇവിടെ മാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം പണി തുടങ്ങിയിട്ട് ഇതേപോലെ തന്നെ. ഇനിയിപ്പോൾ ഇത് മാറ്റി പണിയുണ്ടായതെന്ന് പറഞ്ഞാൽ എത്ര റിസ്ക് എടുത്തിട്ട് മഴയത്ത് എന്തായാലും ഈ പണികളൊന്നും നടക്കില്ല. അതുകൊണ്ട് അതിന് പകരമായിട്ട് ഓരോരോ ആൾക്കാർ പശയൊക്കെ ഇട്ട് 6 പശയൊക്കെ ഇട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ എന്താ പറയണ്ട ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നു. ചെറിയ കുട്ടികൾക്ക് അറിയില്ലേ ഇത് ഈ സാധനങ്ങളെല്ലാം ഇട്ട് ഒഴിച്ചിട്ട് എവിടെ കാര്യം അടി പിന്നെ ചതുപ്പ് നിലങ്ങളൊന്നും ക്ലിയർ ആക്കാണ്ട് ഇത് ഇത്ര കെട്ടിപ്പൊക്കിയാൽ ഇതിനല്ലേ അവസ്ഥ. ഇനിയും ഒരുപാട് ഭാഗത്ത് പൊളിയാനുണ്ട്. അതാണ് ഇതിൻ്റെ സൂചന കാണിച്ചിരുന്നത്. കാരണം മഴ വന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഇവരുടെ വർക്കുകൾ ഇങ്ങനെ ഇത്രയും തരംതാണ വർക്കുകളാണ് ഇപ്പം പിടികിട്ടിയത് മഴ വന്നുകൊണ്ടല്ലേ.